നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ടൈറ്റിൽ കണ്ടപ്പോൾ എന്തായിരിക്കും അത് എന്ന് ചിലപ്പോൾ ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. മറ്റു ചിലർക്ക് അതെന്താണ് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് കണ്ട ഒരു കമൻറ്റാണ് ഞാനിവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇയാളെന്തോ മാനസിക പ്രശ്നമുള്ള ഏതോ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ല. ഇതുപോലെയാണ് അതായത് 2024 മമ്മൂട്ടിയും മകനും മരിക്കണം, മോഹൻലാൽ രക്ഷപ്പെടണം എന്നാണ് മോഹൻലാൽ ഫാൻസുകാർ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിനുള്ള മറുപടിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. സത്യമായിട്ട് പറഞ്ഞാൽ അന്ന് ആ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിരുന്നില്ല. അത് ഇന്ന് കാലത്താണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അതായത് സംഭവം ഇത് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. ഒരു ചാനൽ നടത്തിയ ഒരു മറ്റേ നമ്മുടെ പിള്ളേരൊക്കെ നടത്തുന്ന ചില ചാനലുകളുണ്ട്. അപ്പോൾ അതായത് മറ്റു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ 2023 എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, എന്ത് മാറ്റമാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ പലരും പറയുന്നു ഭരണം മാറണം, ചിലർ പറയുന്നു ഇത് കിട്ടണം, ചിലർ പറയുന്നു പെട്രോൾ വെറുതെ കിട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാതി വന്നിട്ട് പറയാണ് മമ്മൂട്ടിയും മകനും മരിക്കണം. 2024 മമ്മൂട്ടിയും മകനും മരിക്കണം, മോഹൻലാൽ രക്ഷപ്പെടണം. അപ്പോൾ മറ്റേ ചോദ്യം ചോദിച്ചാൽ പയ്യൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് ഇതൊരു പുള്ളി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ഊടായ്പ ഇതായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ പുള്ളി പറയണേ മമ്മൂട്ടി അഹങ്കാരിയാണ്, മമ്മൂട്ടി മരിക്കണം, എന്നാലേ മോഹൻലാൽ രക്ഷപ്പെടുള്ളൂ. പുള്ളി മോഹൻലാൽ ആരാധനായിരിക്കാം, പക്ഷേ പുള്ളിയുടെ ആ ഒരു വാക്ക് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നി. അതായത് മമ്മൂട്ടി മരിച്ചാൽ മാത്രം മോഹൻലാൽ രക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ് മോഹൻലാൽ ഫാൻസിൻ്റെ ചിന്ത എന്നാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് എന്തോ ഒരു സൈക്കോയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ഒരു ചോദ്യം, അതായത് മമ്മൂട്ടി മരിച്ചാൽ മാത്രമാണോ മോഹൻലാൽ ഇവിടെ കേരളത്തിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ആണോ മോഹൻലാൽ ഫാൻസുകാർ ചിന്തിക്കുന്നത് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അതുപോലെയുള്ള വ്യക്തികളെ നിങ്ങൾ എങ്ങനെ നേരിടുമെന്നാണ് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. നേരിടുമെന്ന് പറഞ്ഞാൽ കായികമായിട്ട് നേരിടുന്ന കാര്യമല്ല, വാക്കുകൾ കൊണ്ട് എങ്ങനെ നേരിടും എന്നുള്ളതും കൂടി ഒന്ന്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് മെസ്സേജാണ് നൽകാനുള്ളതെന്നും കൂടി ഒന്ന് താഴെ രേഖപ്പെടുത്തിയാൽ കണ്ട് വായിക്കാമായിരുന്നു. നന്ദി, നമസ്കാരം.